ഇന്ന് പച്ചരി കൊണ്ട് അടിപൊളി ടേസ്റ്റിൽ കറി പോലും ആവശ്യമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. തലേന്നേ കുതിർത്തി വെച്ച് കഴുകിയെടുത്ത പച്ചരിയിലേക്ക് അരമുറി തേങ്ങയും പകുതി ഉള്ളിയും 1 ടീസ്പൂൺ വലിയ ജീരകമാണ്, പിന്നെ 3/4 ഗ്ലാസ് ചോറും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. കുട്ടികൾക്ക് എല്ലാം അത്രയും ഇഷ്ടപ്പെടും കേട്ടോ. വെറുതെ പറയുന്നല്ല. ഇത് അരച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് കൂടി ഞാൻ ഇതുപോലെ അരച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ ഇതുപോലെ നമുക്ക് നല്ലോണം തടവി കൊടുക്കാം. അതിനുശേഷം നമ്മളെ മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു ഇഡ്ഡലി ചെമ്പാണ്. അതിലേക്ക് നമുക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മുളക് പൊടി കലക്കിയെടുക്കാനുള്ളതാണ്. 2-3 സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി എടുക്കണേ. അധികം എരിവൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി ചതുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമുക്കിത് കട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അത്രയും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്തത്. ഇപ്പം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മുളക് പൊടി നമുക്കിതിലേക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുന്ന സമയത്ത് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഓയിലോ നമുക്ക് ചേർത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.